കിഞ്ചു കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. വീഡിയോ വരാനായിട്ട് വല്ലാണ്ട് ലേറ്റ് ആവുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നല്ല തിരക്കിലാണ്. അതുകൊണ്ടാണ് തിരക്ക് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 2 കരിമീൻ എടുത്തിട്ടുണ്ട്. അല്ല, അത്യാവശ്യം വലിപ്പമുള്ള കരിമീനാണ്, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. സാധാരണ കരിമീൻ കറി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവാറില്ല, പക്ഷേ ഇതുപോലെ പൊള്ളിച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യാനായിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തുള്ളത്. 1.5 ഈ ഒരു ടീസ്പൂണിൽ തന്നെയാണ് എല്ലാ അളവും പറയുന്നത് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, അതായത് 1 ടീസ്പൂൺ തന്നെയാണ് ഞാൻ ഇട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണയില്ലേ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു 1-1.5 ടീസ്പൂണ് 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇനി നമ്മളിതിലേക്ക് പെരുംജീരകം ചതച്ചതും 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂണ് നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ചേർത്തിട്ടില്ല, പെരുംജീരകം മാത്രമാണ് ചേർത്ത് കൊടുത്തുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ടീസ്പൂണിൽ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ കരിമീനിന് നമ്മളുടെ ഈ മസാല പിടിക്കില്ല. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കരിമീനിൻ്റെ മേലെ നമുക്ക് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ കരിമീനിൻ്റെ മേലെ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് എത്രയും സമയം വെക്കാൻ പറ്റുമോ അത്രയും സമയം വെക്കാം, അല്ലെങ്കിൽ ഇതിൽ പിടിക്കില്ല, നമ്മുടെ മസാല ഒന്നും പിടിക്കില്ല. അപ്പോൾ ഇതാ ഈ ഒരു മസാല കറക്റ്റാണ്, 2 മീനുമേൽക്കും കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും, മാക്സിമം നമ്മൾ 2 മണിക്കൂർ വയ്ക്കാം, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കാം. അപ്പോൾ ഇതാ ഇത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുക്കാട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കാൻ നോക്കാം. വെളിച്ചെണ്ണയിൽ വറുത്താൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മീനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഫ്രൈ പാനിൽ അത്രയും സ്ഥലം ഉള്ളതാണ് കേട്ടോ. 2 എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ ആദ്യം ഒരെണ്ണം വെച്ചു. സ്ലോ ഫയറിൽ വേണം നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേവില്ല. പിന്നെ പൊട്ടാതെ മറിച്ചിടണം. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ, ഇത് പൊട്ടാണ്ടൊക്കെ മറിഞ്ഞ് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പതുക്കെ മറിച്ചിട്ട് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പതുക്കെ വേണം മറിക്കാനായിട്ട്. കണ്ട, ഇത് പൊട്ടും എന്തായാലും. ഇത് നോൺ സ്റ്റിക്ക് പാത്രമല്ല. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കിട്ടും. ഈ പാത്രം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് കോട്ടിംഗ് ഉള്ളൊരു പാത്രമല്ല ഇത്. അപ്പോൾ നമ്മൾ പതുക്കെ മറിച്ചിട്ടിടുന്നുണ്ട്. അപ്പോൾ അധികം പരിക്കുകളൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു പരിക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അപ്പുറത്തെ ഭാഗം കൂടി ഫ്രൈ ആയി വരട്ടെ. അപ്പം നമ്മൾ പെട്ടെന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്. തീ കുറച്ച് വേണം ഇടാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം പിടിക്കും കേട്ടോ 2 മീനും ഫ്രൈ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ഇതാ 2 ഭാഗം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റിയിട്ട് അടുത്ത മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്, കേടുപാടൊന്നും പറ്റാതെ. അപ്പോൾ പതുക്കെ ആഴത്തിലെടുത്താൽ മതി, ധൃതിയൊന്നും കൂട്ടാണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടപ്പോൾ ഒന്ന് കേടുപാടൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അധികം കേടുപാട് പറ്റാതെ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി അടുത്ത മീനിടാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് അതിൻ്റെ മേലേക്കാണ് നമ്മൾ മീൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ഫ്രൈ ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണത്. ഈ മസാലയും അതുപോലെ തന്നെ മീൻ വറുത്തതിൻ്റെ കുറച്ചൊക്കെ കയ്യിൽ കിടന്നിരുന്നു, അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി കളയണ്ട. ഈ മീനിൻ്റെ ഇതിലേക്ക് തന്നെ വെക്കാം കേട്ടോ.
ആദ്യം നമുക്ക് വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് വാടി വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പോയി നമുക്കിനി ചുവന്നുള്ളി ഒരു 10-30 ചുവന്നുള്ളി ഉണ്ടാവും. അത് നീളത്തിൽ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 പച്ചമുളക്, അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളകാണ്, 4 എണ്ണമാണ് എടുത്തുള്ളത്. അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വഴണ്ട് വരണം. അതുവരെ നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. എല്ലാതും നല്ലപോലെ യോജിച്ച് പച്ചമുളക് മാറി. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തുള്ളത്. അതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്. അതും കൂടി ചേർത്തിട്ട് ഇനി നല്ലപോലെ യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഇതിലേക്ക് ആവശ്യമുള്ളത് മതി. ബാക്കി നമ്മൾ മീനിലേക്കുള്ളത് ആദ്യം ചേർത്തുണ്ടല്ലോ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഈ സമയത്ത് നല്ല സ്മെല്ലാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതായത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും ചേർക്കണ്ട. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. ഇത് ഇപ്പോൾ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നാളികേരപ്പാലാണ്, നല്ല കട്ടിപ്പാൽ. അതായത് ഒരു നാളികേരത്തിൻ്റെ പാലാണ് ഞാൻ എടുത്തുള്ളത്. അപ്പോൾ ഈ പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കട്ടി ആക്കിയെടുക്കാം. മസാല, നമ്മുടെ ഈ ഒരു മസാല കട്ടിയാക്കിയെടുക്കാം. അപ്പോൾ കട്ടിപ്പാലാണ് ഒഴിച്ചുള്ളത്. ഒരു നാളികേരത്തിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റാണ്. ഇനി കൂടുതൽ എക്സ്ട്രാ ചേർക്കേണ്ടൊന്നും വന്നില്ല. ഇതൊന്ന് യോജിപ്പിച്ച് ഒന്ന് കട്ടിയാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ കട്ടിയാവും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മസാലക്കൂട്ട്. നല്ല ടേസ്റ്റിലുള്ളൊരു മസാലക്കൂട്ടാണ്. ഇനി നമുക്കിത് വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കണം. അപ്പം ഞാൻ 2 വാഴയില വെച്ചിട്ടുണ്ട്, പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മസാല ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മീനിലേക്കുള്ളത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളൊരു മീൻ എടുത്തിട്ട് പതുക്കെ വെക്കാം. ഈ മസാലയുടെ മേലേക്കാണ് വെക്കുന്നത്. അപ്പോൾ അതിലുള്ള മസാലയൊക്കെ നമുക്കിതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഭാഗം പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മീനിൻ്റെ മേലേക്ക് ബാക്കിയുള്ള മസാലയും കൂടി വെക്കാം. അപ്പോൾ 2 മീനിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് മൊത്തം ഇങ്ങനെ ഈ ഒരു മീനിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ 2 തക്കാളിയുടെ ചെറിയ ചെറിയ പീസുകളായി സ്ലൈസുകളായിട്ട് മുറിക്കില്ലേ, വട്ടന്, അങ്ങനെ 2 തക്കാളി വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട, പക്ഷെ സവാള കൂടി ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. ഇനി ഒരു തണ്ട് വേപ്പിലയും കൂടി വെച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വാഴയില പൊതിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറയുന്നുണ്ട്, ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കേൾക്കുന്ന സൗണ്ട് മാതൂട്ടിരിയാണ്. അവളും ഒപ്പം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുത്തു. ഇനി വാഴയുടെ നാര് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ കെട്ടിയെടുക്കുന്നത് കേട്ടോ. ഇത് വാഴയുടെ നാരാണ്. അപ്പോൾ അതിങ്ങനെ കെട്ടിയെടുക്കാം നമുക്ക്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ കരിമീനും ചെയ്തെടുക്കാം. അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, നമ്മുടെ വീഡിയോ കുറേയും കൂടി ലെങ്ത് ആവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇത് കെട്ടിക്കഴിഞ്ഞു, നല്ല ഭംഗിയിൽ കെട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത മീനും കൂടി ചെയ്യട്ടെ കേട്ടോ. നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു മീൻ വാഴയിലയിൽ പൊതിഞ്ഞെടുത്തത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടായി വരും നമുക്കിത് മൂടി വയ്ക്കാം.
ഓരോ പ്രാവശ്യം നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ തിരിച്ചും മറിച്ചിടുമ്പോഴും നമ്മളിത് മൂടി വയ്ക്കാൻ മറക്കരുത്. എന്നാലും ശരിക്കും അതിൻ്റെ ടേസ്റ്റിൽ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 മീനും ഇതുപോലെ തന്നെയാണ് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിലാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ തുറന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അത് അധികം അങ്ങോട്ട് ചൂട് മാറിയിട്ടില്ല. നല്ല ചൂട്ടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് കഴിക്കണം. അപ്പോൾ ഇതാ കുറേശ്ശായിട്ട് ഞാൻ തുറക്കണത്, നല്ല ചൂടുള്ള കാരണം. പതുക്കെ പതുക്കെ നമുക്കിത് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലും ഉണ്ട്. അതുപോലെ തന്നെ കാണുമ്പോൾ നമ്മളിതിനിപ്പോൾ എല്ലാത്തിലും ഇതിങ്ങനെ പൊതിഞ്ഞിരിക്കല്ലേ. അപ്പോൾ അത് എന്ത് മീനാണെന്നൊന്നും അറിയില്ല. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപാര രുചിയാണ് നമ്മളിത് കഴിക്കുമ്പോൾ. ശരിക്കും കറി വെച്ച് കഴിക്കണേക്കാളൊരു ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്. ഈ ഒരു വാഴയിലൊക്കെ നമ്മൾ പൊള്ളിച്ച് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിതൊന്നും എടുത്ത് ടേസ്റ്റ് നോക്കാം. നല്ല ചൂടുണ്ട്. അപ്പം ഞാനൊരു സ്പൂൺ എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ ഇതാ സ്പൂണൊക്കെ എടുത്തുകൊണ്ട് വന്നു ഞാൻ. നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വേഗം തന്നെ വരാമെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ലേറ്റ് ആവും അടുത്ത വീഡിയോയ്ക്ക്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.